ഞാനിവിടെ കാര്യമായിട്ടൊരു ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ വന്നിട്ട് എന്തൊക്കെയോ പരാതികൾ പറയുന്നത്. പിന്നെ കുറച്ച് സമയം ആ പരാതികളൊക്കെ കേട്ട് നിന്നിട്ട് അടുക്കളയിലേക്ക് പോയി. ഇന്നലെ രാത്രിയെ തീരുമാനിച്ച കാര്യമാണ് ഇന്ന് ചക്കക്കുരു മുരിങ്ങാക്കായും കറി വെക്കാന്ന്. പക്ഷെ ചക്കക്കുരു എടുത്ത സമയത്ത് നല്ല മെഴുക് പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു ചീൻചട്ടിയിലിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. അച്ഛനത് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഒരു നാരങ്ങ സർവത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇപ്പം ഈ ഒരു ചൂടിൽ സാധാ വെള്ളം കുടിച്ചാലൊന്നും എന്റെ ദാഹം മാറൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കലക്കി കുടിച്ചുകൊണ്ടിരിക്കണം. എന്താണേലും വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി നേരെ അടുക്കള കയറിയിട്ട് ഉച്ചക്കേക്കുള്ള യുദ്ധം തുടങ്ങി. യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഒന്നൊന്നര യുദ്ധമാണ്, പ്രത്യേകിച്ച് മോളെയും കൊണ്ടുള്ളപ്പോൾ. എവിടുന്നേലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തീർക്കാൻ നോക്കുമ്പോഴത്തേക്ക് മോള് വാശി പിടിച്ച് കരയാൻ തുടങ്ങും. പിന്നെ അവളെടുത്തൊന്ന് സമാനപ്പെടുത്തി വരുമ്പോഴത്തേക്ക് തന്നെ ഒന്നേക്ക് അടി കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേവ് കൂടിയിട്ടുണ്ടാവും. മോളെ നോക്കിക്കൊണ്ട് കുക്ക് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും മോളെ നോക്കിക്കൊണ്ട് കുക്ക് ചെയ്തിട്ട് അതിന്റെ വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണേലും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ചക്കക്കുരുവും മുരിങ്ങാക്കായും തേങ്ങ അരച്ച് വെച്ച കറിയും, അച്ഛന് വേണ്ടിയിട്ട് കയപ്പയുടെ ഉപ്പേരി, നേട്ടിന് വേണ്ടിയിട്ട് തൈരിനകത്ത് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കുത്തിച്ചതച്ചിട്ടിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും തൈരൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാനീയമാണ് ഇത്. ചോറിനകത്ത് ഒഴിച്ചിട്ടാണ് ഏട്ടൻ കഴിക്കുക. എനിക്കിങ്ങനെ പച്ചയ്ക്ക് കുടിക്കാനാണ് ഇഷ്ടം. ഇപ്പം ഞാൻ എല്ലാവരുടെ ഇഷ്ടവും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് മൂന്നാർക്കും മെയിനായിട്ട് വേണ്ട സാധനമാണ് മീൻ വറുത്തത്. അപ്പം അതും കൂടെ റെഡിയാക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പപ്പടമായിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട, അതും കൂടെ വറുത്തെടുക്കാന്ന്. അങ്ങനെ പപ്പടവും വറുത്തെടുത്തു. ഓൾറെഡി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ട് ആയതുകൊണ്ട് ഫുഡൊക്കെ ആയി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ചോറ് കൊടുത്തിട്ട് ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു. എങ്ങനെയോ ഒന്ന് വേഗം ഫുഡും കഴിച്ച് കിടക്കാലോ എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ഒരു കൊറിയർ വന്നത്. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാരി ആയിരുന്നു. സാരി എനിക്ക് നല്ലോണം ഇഷ്ടമായെങ്കിലും പിന്നെയാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, ഇതേ കളർ കോമ്പിനേഷനിൽ വേറൊരു സാരി എനിക്ക് ഉണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും ഇതിപ്പോൾ ഞാൻ റിട്ടേൺ അടിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോ കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.